നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഭാഗ്യം കൊണ്ട് ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ. ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ജീവിതം രക്ഷപ്പെടുന്ന, ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ്. ഇനി വരുന്ന ദിനങ്ങളിൽ ഇവർക്ക് എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും വരുന്ന സമയം കൂടിയാണ്. ഇവരുടെ ജീവിതത്തിൽ നടക്കാതെ പോയ പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയം. ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നതുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൽ പരക്കെ പ്രകാശിച്ചു നിൽക്കുന്ന സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾക്കും ഉന്നതികൾക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സാഹചര്യത്തിനുമൊക്കെ കാരണമാകാൻ പോകുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. വലിയ മാറ്റങ്ങളും ഭാഗ്യവും ഉയർച്ചയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രക്കാരാണ്. മൂലം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. ഇവർക്ക് മുടങ്ങിക്കിടക്കുന്ന വിവാഹബന്ധം നേരെയാകുന്ന ഒരു സമയമാണ്. അതായത് ദമ്പതികൾ തമ്മിലുള്ള സ്വരചേർച്ചകളൊക്കെ പറഞ്ഞു തീർത്തുകൊണ്ട് സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുകയും കുടുംബൈശ്വര്യത്തോടുകൂടി ദാമ്പത്യ സൗഖ്യം വന്നുചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ ഒരു വിവാഹ ബന്ധത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, ഒരു വിവാഹത്തിന് വേണ്ടി ഏറ്റവും കൊതിക്കുന്ന ആളുകൾക്ക്, അതിന് ശ്രമിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ വിവാഹശേഷം ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. ഇവർക്ക് തുറന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും ശാരീരിക സൗഖ്യം നല്ല രീതിയിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറുകയും ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ജീവിത പങ്കാളിക്ക് നല്ലൊരു ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. പ്രത്യേകിച്ചും മനസ്സന്തോഷം വന്നു ചേരുന്ന, കുടുംബൈശ്വര്യം നല്ല രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്നു. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ, തൊഴിൽ ലഭിക്കാതെ നിൽക്കുന്ന അവസ്ഥകളായിരുന്നു. ഭാഗ്യം ഇവരെ കടാക്ഷിക്കാതെ, തുണയ്ക്കാതെ പലപ്പോഴും കപ്പിനും ചുണ്ടിനുമിടയിൽ തന്നെ അവർക്ക് നല്ല ജോലികൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൊണ്ട്, ഇപ്പോഴുള്ള അനുകൂലമായ സമയം കൊണ്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന സമയം കൂടിയാണ്. ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കുകയും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന, തിരിച്ചുവരാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതം മാറിമറിയുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്ന ഒരു സമയം. ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നിരിക്കുന്നത്. ഇവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി ലഭിക്കുകയും ജീവിതത്തിൽ ഉയർച്ചകൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നു. അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് കുടുംബപരമായി ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ മാറുകയും കുടുംബത്തിൽ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ വന്നു ചേരുകയും ചെയ്യും. ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇവർക്ക് ഈശ്വരാധീനമുണ്ട്. ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുകയും രൂഢമാകുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക ബാധ്യതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കുകയും മികച്ച രീതിയിൽ ഉയർച്ചകൾ സംഭവിക്കുകയും ചെയ്യുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് സന്താന യോഗത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. സന്താനങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മാറുന്നു. സന്താനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളും വന്നു ചേരുന്നു. പൂരാടം നക്ഷത്രക്കാർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാകുകയും ഇവരുടെ പ്രാർത്ഥനകൾക്കും
വഴിപാടുകൾക്കുമൊക്കെ വലിയ തോതിലുള്ള ഉയർച്ചകൾ സംഭവിക്കുകയും ചെയ്യും. അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്കും കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്ന നല്ലൊരു തൊഴിൽ ലഭിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു വിവാഹം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. വിദേശത്തേക്ക് ഒരു ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അവസരങ്ങൾ തേടിയുള്ള ഒരു യാത്രയ്ക്കോ ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും കുടുംബിനികൾക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. പങ്കാളിയുമായിട്ടുള്ള സ്നേഹബന്ധം അത് ഊഷ്മളമാവുകയും സന്തോഷത്തിൻ്റെയും മംഗളകർമ്മങ്ങളുടെയും ആനുകൂല്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും സന്താന യോഗം അനുഭവിക്കാത്ത ആളുകൾക്ക് സന്താന യോഗം ഇപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും. ഇവർക്ക് അനുകൂലമായ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായി കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും ഉയർന്ന വരുമാനം ഇവർക്ക് വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഉയർന്ന വരുമാനം, നേട്ടങ്ങൾ, ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഒരുങ്ങുന്നത്. തൊഴിൽപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈശ്വരാധീനമുണ്ട്, ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് ഇഷ്ട വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും ജീവിത ക്ലേശങ്ങൾ അവസാനിക്കുകയും കഷ്ടകാലം തന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഇവർക്ക് ജീവിതത്തിൽ തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ഇവർക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളും തിരികെ ലഭിക്കുന്നു. കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല രീതിയിൽ ഭാഗ്യമുണ്ട്. ആത്മീയ കാര്യത്തിലൊക്കെ താല്പര്യം ജനിക്കുന്നു. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച മുന്നേറ്റങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ധനയോഗമാണ്, രാജ്യയോഗമാണ്, കോടീശ്വര യോഗമാണ്. ഇവരുടെ ജീവിതത്തിൽ ധനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ധനം വലിയ തോതിൽ തന്നെ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നു. ലക്ഷ്മി കടാക്ഷം കൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. സാമ്പത്തിക മുന്നേറ്റം, ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. കാർത്തിക നക്ഷത്രക്കാർ കുതിച്ചുവരും. സാമ്പത്തിക ഉയർച്ചകൾ ഉണ്ടാകും. ഇവർക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നു. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ, മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. സാമ്പത്തികപരമായി ഇവർക്ക് വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ധനം തിരികെ ലഭിക്കുന്ന, കടം കൊടുത്ത പണമൊക്കെ തിരികെ ലഭിക്കാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗമാണ് വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക മുന്നേറ്റം, ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പ്രമാദം. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.